അവർക്ക് ജയിക്കാനുള്ള ആക്രാന്തത്തിൽ അവർ വിചാരിച്ചിരിക്കുന്നത് എന്നെ 4 ചീത്ത പറഞ്ഞാൽ എൻ്റെ ഇമേജ് പോവും, അവർക്ക് ജയിക്കാമെന്നാണ്. നടത്തട്ടെ, ഇനി ഇലക്ഷൻ വരുമ്പോൾ എന്ത് നുണബോംബാ വരുവാന്നറിയില്ല. എങ്ങനെയാണ് ഷാഫിക്ക് ഹൈപ്പ് ഉണ്ടാക്കിയത്? നേരത്തെ മുരളീധരനായിരുന്നു. മുരളീധരനാണോ ഷാഫിയാണോ വലുതെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് അവർ രണ്ടാളും കണക്കാ, രണ്ടാളും UDF ആണ്. നിങ്ങൾ കണ്ടോളൂ. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശക്കാർ, അവർണര്, ഇവർ സവർണര്, ഇവർ ഭയങ്കര ആഢ്യന്മാർ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു. തൊഴിലുറപ്പിലെ സ്ത്രീകളെ പരിഹരിച്ചത് ശരിയായില്ല. അത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിന് മറുപടി പറയും. തൊഴിലുറപ്പ് തൊഴിലാളികൾ ദേഷ്യം വന്നിട്ട് എല്ലാവരുടെയും പ്രകടനം നടത്തി. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ അവഹേളിച്ച് വെറുതെ വിടില്ല ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നലെ ഒരു പോസ്റ്റ്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ? KK ശൈലജ, നിങ്ങൾ ജാതി ഒരു നുണ. ഏതോ ഒരു പോർണോ ചിത്രത്തിൻ്റെ തല വെട്ടിമാഴിയിട്ട് എൻ്റെ തല വെച്ച് ഒരു ഹാഫ് സ്കർട്ട് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാണിച്ചിരുന്നു, ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ അതിലെൻ്റെ തല ഫിറ്റ് ചെയ്തിട്ട് അടിയിൽ തെറിവാക്കുമൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തു. എന്താ വിചാരിച്ചത്? ഈ വേഷത്തിലാണ് ഞാനെന്ന് വടകര നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കുടുംബം വിശ്വസിക്കുമോ? ഇത്രയും ചീപ്പായിട്ട് ഈ ചെറുപ്പക്കാർക്ക് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു? രാഷ്ട്രീയമെന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കൊക്കെ ഇനി ഒരുപാട് അവസരമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. അവരെല്ലാം വളർന്നു വരേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റമെങ്കിൽ രാഷ്ട്രീയത്തിൽ അവർക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റുക? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം പരസ്പര ബഹുമാനം കാണിക്കണം. എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളതും അങ്ങനെയായിരുന്നു. എതിർ സ്ഥാനാർത്ഥികളിൽ നിന്ന് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെല്ലാം വർഗീയവാദികളാ എന്ന് ഞാൻ ചോദിച്ചത്, ആ ചോദ്യം ഒഴിവാക്കിയിട്ട് മുസ്ലിം മതസ്ഥരെല്ലാം തന്നെ വർഗീയവാദികളാ എന്ന് പറഞ്ഞിട്ട് ടോൺ മാറ്റി ക്യാപ്ഷൻ കൊടുത്തു. ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ അല്ല ഇത്തവണ ഉണ്ടാവുക. ഒരു ചെറിയ വിഭാഗം ആളുകൾ നിഷ്പക്ഷമതികളായി നിൽക്കുന്നുണ്ട്. അവരുടെ താല്പര്യം ഈ രാജ്യം രക്ഷപ്പെടുന്നത് തന്നെയാണ്. ആ കോൺഗ്രസ് ആണ് BJP ആയിട്ട് പരിണമിക്കുന്നത്. അവർക്ക് വളരെ എളുപ്പമാണ് ഈ ഫ്യൂഡൽ അന്ധകാരത്തിലേക്ക് ചെന്ന് കയറാൻ. കാരണം ഇവരുടെ മനസ്സിലും അതുണ്ട്. പലരുടെയും വലിയ വ്യത്യാസമില്ല, ഒട്ടും പുരോഗമനപരമല്ല അവരിൽ പലരും. അതുകൊണ്ട് വളരെ എളുപ്പം ഇന്ന് BJP നാളെ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസും BJP, ഈ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ അവർക്ക് പ്രയാസമില്ല. അപ്പോൾ വളരെ വൈകിപ്പോയിരിക്കുന്നു ഇവിടെ എത്താൻ എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇത് നേരത്തെ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ ഓരോ സ്ഥാപനത്തിനകത്ത് നിന്ന് അതിനെ തകർക്കുക, ഇത് ജർമ്മനിയിലെ ഫാസിസ്റ്റ് ഹിറ്റ്ലർ ചെയ്ത രീതിയാണ്. തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാടുണ്ട്, കർണാടകയിൽ നിന്ന് കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. കേരളത്തിൽ ഇടതുപക്ഷം വരണം. കാരണം ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ഇലക്ഷൻ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ പക്ഷേ കേരളത്തിലെ പൊതുവെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ നോക്കുമ്പോഴേ നാഷണൽ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പൊതുവെ കാണുന്നത് മീഡിയയും ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വലിയൊരു വിപത്തിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെ ഭയങ്കര ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ കൂടിയിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ വരാതിരിക്കണം എന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്? വളരെ ലളിതമാണ് ഉത്തരം. കാരണം നമ്മുടെ രാജ്യം വൈവിധ്യമുള്ളൊരു രാജ്യമാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇത് പല നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളെ ഒരു സ്വതന്ത്ര ഇന്ത്യ എന്നുള്ള നിലയിൽ ഒരുമിച്ച് ചേർക്കുമ്പോൾ വളരെ സുചിന്തിതമായിട്ടാണ് അന്നത്തെ നേതാക്കൾ നമുക്കൊരു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ തീരുമാനിച്ചതും ആ ഭരണഘടന ഒരു ജനാധിപത്യ ഭരണഘടനയായിരിക്കണം എന്നാലോചിച്ചതും. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ 5-6 മതങ്ങളുണ്ട്. എത്രയോ വർഷക്കാലമായി ഇവിടെ താമസിച്ചു പോരുന്ന ജനത. 6400-ലേറെ ജാതികളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കൃത്യമായിട്ടുള്ള നമ്പർ അറിയില്ല. 1600-ലേറെ ഭാഷകളുണ്ട്. 1700-ഓളം വരും തോന്നുന്നുണ്ട്. ലിപി ഉള്ളതും ലിപി ഇല്ലാത്തതും ഒക്കെ ആയിട്ട്. വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്, ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ഒരു രാജ്യമായിട്ട് എങ്ങനെയാണ് കാണുക? അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനക്കകത്ത് വളരെ ഫ്ലെക്സിബിളായിട്ടില്ല, അല്ലെങ്കിൽ വളരെ നമുക്ക് എല്ലാവർക്കും പരിഗണിക്കാൻ കഴിയുന്ന ചിലത് ഉൾച്ചേർത്തത്. അതിലൊന്ന് ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാ പൗരന്മാർക്കും
അവസര സമത്വം, തുല്യ അവസര അതാണ് ഡെമോക്രസിയുടെ അർത്ഥം. ഈ രാജ്യം ഒരു സെക്കുലറായിരിക്കണം നിർബന്ധമാണ്. സെക്കുലർ രാഷ്ട്രം അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഭിന്നിച്ച് വലിയ ലഹളകളിലേക്കും വലിയ കലാപങ്ങളിലേക്കും പോകും. അപ്പോൾ സെക്കുലറാണ്. സെക്കുലർ എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാം അത് എങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. പക്ഷേ സെക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു മതസമത്വം എന്നുള്ളത് മാത്രമല്ല. നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണം മതേതരായിരിക്കണം എന്നുള്ളതാണ്. അതായത് നാനാജാതി മതസ്ഥരുണ്ട്, അവരുടെ ആരാധനയുണ്ട്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷേ രാജ്യഭരണം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഈ എല്ലാ മതങ്ങളിലുള്ള മനുഷ്യരും ചേർന്നുകൊണ്ട് നടത്തുന്ന ജനാധിപത്യപരമായിട്ടൊരു പ്രക്രിയയാണത്. അതിലേതെങ്കിലും ഒരു മതത്തിൻ്റെ ആധിപത്യം ഉണ്ടായാൽ ഈ രാജ്യം തകർന്നു പോകും. അതുകൊണ്ടാണ് മതേതരത്വം തകർക്കരുത് എന്ന് പറയുന്നത്. തകർത്ത വേറെ കുഴപ്പമല്ല, രാജ്യത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ മുളപൊട്ടും. അതിൻ്റെ ഭാഗമായി ഒരിക്കലും സ്വൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യം പോകും. അപ്പോൾ നമ്മളിപ്പം നോക്കുമ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കപ്പെടുകയാണ്. അപ്പോൾ ഭരണഘടന പ്രിയാമ്പിൾ പോലും അതുപോലെ പ്രചരിപ്പിക്കുന്നില്ല. ആ പ്രിയാമ്പിൾ മുമ്പ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോഴെപ്പോഴും തയ്യാറാക്കിയ പ്രിയാമ്പിൾ സെക്കുലറിസം ഇല്ല, ഡെമോക്രസി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രിയാമ്പിൾ ഇവിടുന്ന് എടുത്തിട്ട് പോലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് അത്യന്തം അപകടകരമായ കാര്യമാണ്. ഇത് രാജ്യത്തിൻ്റെ നാളത്തെ ഭാവി, നമ്മളൊരു ഭാവിയിലൊരു അഫ്ഗാനിസ്ഥാനോ ഇറാഖോ പാകിസ്ഥാനോ ഒക്കെയായി അതിൻ്റെ എല്ലാം അവസ്ഥയിലുള്ള കലാപകലുഷിതമായ ഒരിടമായിട്ട് മാറാൻ ഉള്ള വഴിവെട്ടുകയാണ്. അത് ഭയാനകമാണ്. പിന്നെ ലക്ഷക്കണക്കിന് പൗരന്മാർ ജീവിതത്തിൽ നിന്ന് നിഷ്കാസിതരാകും. അത് സ്വാഭാവികമായിട്ടും മനുഷ്യരത് സഹിക്കില്ലല്ലോ. എല്ലാ റേഷൻ കാർഡ് ഇല്ലാതാകുമ്പോഴോ മറ്റവകാശങ്ങളില്ലാതാകുമ്പോഴോ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും, പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ അതിനെ അടിച്ചമർത്തലാകും, ഒതുക്കലാകും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ സ്വസ്ഥതയില്ലാത്തൊരു രാജ്യമായിട്ട് ഈ രാജ്യം മാറും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പാർലമെൻറ്റിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും ഏകപക്ഷീയമാകുന്നു. അത് ഒരു മതേതര രാഷ്ട്രത്തിന് ചേർന്നതല്ല എന്നത്. കേട്ടാലെല്ലാം നല്ലതാണെന്നാണ് തോന്നുക, പക്ഷേ അതിനകത്തൊരു ചെറിയ ഒടക്കെവിടെയെങ്കിലും ഉണ്ടാകും. ഒരു ഏതെങ്കിലും ഒരു ദുസ്സൂചന അതിനകത്തുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ മുത്തലാഖ് പറഞ്ഞത് പെട്ടെന്ന് കേട്ടാൽ മുത്തലാഖ് നിരോധിക്കണ്ടേ, സ്ത്രീകളെ വഴിയാധാരാക്കലല്ലേ. പക്ഷേ കല്യാണം കഴിച്ച പെൺകുട്ടിയെ മൊഴി ചൊല്ലുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് ഒരു മതത്തിൽ മാത്രമല്ല. ഒരു കൂട്ടർ മുത്തലാഖ് രീതിയെ സ്വീകരിക്കുന്നതെങ്കിൽ മറുകൂട്ടർ നിഷ്കരണം ഉപേക്ഷിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുന്നത് ഒരു വിഭാഗത്തിന് ക്രിമിനൽ കുറ്റവും മറ്റേ വിഭാഗത്തിന് ക്രിമിനൽ കുറ്റം അല്ലാതെയാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതെന്ന് തോന്നിക്കുന്നതിനകത്തും ഒരു ദുസ്സൂചനയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഏകപക്ഷീയമാകും, കൂടുതൽ ഏകപക്ഷീയമാകും എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത്. നമുക്ക് ഏറ്റവും പുതിയതായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, അതുപോലെ തന്നെ ഫെഡറലിസത്തെ എങ്ങനെയൊക്കെ തകർക്കാമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പാർലമെന്റിനെ ഉപയോഗിച്ച് തന്നെ പാർലമെന്റിന്റെ സാധ്യതകളെ ഇല്ലാതാക്കാം, ജനാധിപത്യത്തിലെ സാധ്യതകൾ ഉപയോഗിച്ച് തന്നെ ജനാധിപത്യത്തിനെ ഇല്ലാതാക്കാം എന്നുള്ള, അതുപോലെ തന്നെ നിയമത്തിൻ്റെ എങ്ങനെയാണോ ജഡ്ജിമാരെ ഉപയോഗിച്ചിട്ടുണ്ട് നിയമ സംവിധാനം ഉപയോഗിച്ച് തന്നെ നിയമ സംവിധാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഉള്ളിൽ നിന്ന് തന്നെ അതിനെ തകർക്കുന്ന ഒരു രീതിയിലാണ് നരേന്ദ്രമോദിയുടെ മൊത്തത്തിലുള്ള പോക്ക്. പക്ഷേ അതിനെതിരായ ഒരു പ്രതിപക്ഷ ഐക്യ സ്വരം ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള ശക്തമായ ഐക്യം, ഒരു കൃത്യമായ പ്രതിപക്ഷം എന്നുള്ള രീതിയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പല കാരണങ്ങൾ, തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ഒരു ബഹുസ്വരതയും അതിനൊരു ഘടകമാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം, എല്ലാം ഉണ്ട്, പ്രാദേശികമായിട്ടുള്ള സംഗതികളെല്ലാം. ആ ഒരു സംഗതിയുടെ ആവശ്യം എത്രത്തോളം ഉണ്ട്? ഇന്ത്യ മുന്നണി കൃത്യമായ ഒരു പ്രതിപക്ഷ നിലപാടെടുത്ത് മുന്നിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും അങ്ങനെ മുന്നിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ചോദ്യം, തകർക്കപ്പെടുന്നതിന് മുമ്പ് വരുമോ? എല്ലാം തകർന്നു കഴിഞ്ഞതിന് ശേഷം സംഘടിക്കാൻ പുറപ്പെടുന്നതിൻ്റെ അതിൻ്റെ ഒരു അപകടം എത്രയാണെന്ന് കാണൂ. വൈകുന്നു എന്നല്ല, അത് വൈകാൻ കാരണം എന്താ? ഈ പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസ്സിനെടുക്കും, കോൺഗ്രസ് ഇതേ സ്വഭാവ സവിശേഷതകൾ പലപ്പോഴും കാണിക്കുകയാണ്. ഒരു വർഗീയതയാണെങ്കിൽ കോൺഗ്രസ് ഒരു മൃദുവർഗീയത പ്രകടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടി ആദ്യം തന്നെ ജവഹർലാൽ നെഹ്റു ചില സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നെഹ്റുവിനത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിന് ശേഷം എന്താണോ ഇന്ത്യ ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പോയത്. ഏറ്റവും നല്ല ഉദാഹരണം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ ഫ്യൂഡൽ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ ഭരണം, ജന്മിത്വം, ഭൂമിക്ക് അവകാശമില്ലാത്ത അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ,
ദളിതരായിട്ടുള്ള ആളുകളോടുള്ള ജാതി വിവേചനം, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് സാമ്രാജ്യത്വ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ആ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു ഉപയോഗപ്പെടുത്തേണ്ടത്? ആ സ്വാതന്ത്ര്യം കൊണ്ട് സമൂലമായ മാറ്റം ഉണ്ടാകണമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിയുടെ അവകാശികളായി മുഴുവൻ പൗരനെയും മാറ്റുകയാണ്. കേരളം നടത്തിയതുപോലെ സമഗ്രമായൊരു ഭൂപരിഷ്കരണം നടത്തുക, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക, ഭൂമിയുടെ ഉടമസ്ഥാവകാശം എല്ലാ മനുഷ്യർക്കും എന്ന അവസ്ഥയിലേക്ക് വരിക. ഒന്ന്. രണ്ടാമത്തത് ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും ജീർണിച്ച മുഖമാണ് ജാതി വ്യവസ്ഥ. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം ജാതി മേധാവിത്വം, ജാതിപരമായ ഉച്ചനീചത്വം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണമായിരുന്നു. അത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ സാധിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ വികാരത്തിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞൊരു വികാരമെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ജാതി മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളാണെന്ന് സ്ഥാപിക്കപ്പെടരുത്, ഞാനൊരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് അമ്പലങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. അത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അത് രാജേന്ദ്ര പ്രസാദിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ നെഹ്റുവിനോട് ചോദിച്ചപ്പോൾ നെഹ്റു പോകരുതെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രാണപ്രതിഷ്ഠ നേരിട്ട് പ്രധാനമന്ത്രി നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഴിച്ചു ഈ രാജ്യത്തിന്. നമ്മൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ ശാസ്ത്രവൽക്കരിച്ചില്ല, നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തില്ല, നമ്മൾ ഈ പാവപ്പെട്ട നിസ്സവർഗത്തെ ഭൂമിയുടെ ഉടമസ്ഥരും തുല്യാവകാശമുള്ളവരുമാക്കി മാറ്റിയില്ല, ജാതിഭേദം ഒഴിവാക്കാൻ വേണ്ടി കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല. അതെല്ലാം ഇരുട്ടിൽ അമർന്ന് മുനിഞ്ഞ് കിടക്കുന്ന ചാരം മൂടിയ കനൽ പോലെ അവിടെ കിടക്കുകയാണ്. പിന്നീട് വന്ന ഭരണാധികാരികൾ ഇതിനെ ഓരോന്നിനെയും പലപ്പോഴായിട്ട് പ്രോത്സാഹിപ്പിച്ചു, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇന്ത്യയിലുടനീളം വന്നു. ചില സമയത്ത് ദളിതരെ കുറച്ചെന്തെങ്കിലും ചുണ്ടിൽ മധുരം തേച്ച് പ്രീണിപ്പിക്കുക, സവർണാധിപത്യത്തിന് വാരിക്കോരി കൊടുക്കുക. ഈ പാവങ്ങൾക്ക് ഇത്തിരി കിട്ടുമ്പം ഇതാണ് ശരിയും തോന്നി എല്ലാം കൂടി ഇവർക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഒരവസ്ഥയിലേക്കാണ് ഈ രാജ്യത്തെ നയിച്ചത്. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ദളിതരുടെ സ്ഥിതി എന്താ? അവർക്ക് ഇപ്പോഴും വലിയ ഐത്താചരണമുണ്ട്. ഇപ്പോഴും ദളിതരുടെ ഇടയിൽ നിന്ന് കുട്ടികൾ പൂർണ്ണമായിട്ട് സ്കൂളിൽ പോകുന്നില്ല, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കുന്നില്ല. അവരുടെ ഗ്രാമത്തിൽ ചെറിയ കുടിലുകൾ, അതിനകത്ത് ടോയ്ലറ്റ് സൗകര്യമില്ല. കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിലൊരു നല്ല ലേഖനം എഴുതാറാന്ന് ഞാൻ മറന്നുപോയി. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. കാരണം ഇത്ര കക്കൂസ് കൊടുത്തുന്ന കണക്ക്. ഈ ലേഖനം എഴുതിയിട്ടുള്ള 2-3 പേരെ ചേർന്നിട്ടാണ്. അവർ നടത്തിയൊരു സർവേ അനുസരിച്ച് ആരാ കക്കൂസ് ഉപയോഗിക്കുന്നത്? കൊടുത്ത കക്കൂസിൽ ചിലത് വെറും സ്ലാബാണ്, ഒരു കുഴിച്ച സ്ലാബ്. അത് ഒരു മാസം അതിനകത്ത് പോകുമ്പോഴേക്കും ഇത് മറ്റേ ഫ്ലഷ് ഔട്ട് ടാങ്ക് ഒന്നുള്ളതല്ല, അത് നിറയും. അത് നിറഞ്ഞാൽ പിന്നെ ദുർഗന്ധം വമിച്ചിട്ട് അതിനകത്ത് പോകാൻ പറ്റൂല. ചില കക്കൂസുകൾക്ക് സ്ലാബിന് മറയില്ല, ചുമരില്ല. പിന്നെ ചിലതിന് താൽക്കാലികമായിട്ടുള്ള മറയാണ്, അതിന് മേൽക്കൂരയില്ല. അപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ അതിനകത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ടോയ്ലറ്റ് കൊടുത്തു എന്ന് കണക്കെഴുതുമ്പോൾ ഒരു ചുണ്ടിൽ മധുരം തേക്കലാണ്, അല്ലെങ്കിൽ കണ്ണുപൊട്ടിക്കലാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും അവരതെല്ലാം മണ്ണിട്ട് മൂടിയിട്ട് അവർ വെളിപ്രദേശത്ത് തന്നെ ഇപ്പോഴും മലവിസർജനം നടത്തുന്നു. എന്നാൽ കേരളത്തിൽ നമ്മൾ ആ കാര്യത്തിൽ എത്ര മാറി? കേരളത്തിൽ നമ്മൾ കൊടുക്കുന്ന കക്കൂസ് അതെല്ലാം അത്യന്താധുനികമാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പം അതെ ആധുനികമാണ്. ഈ ലൈഫ് മിഷൻ വന്ന് അതിനു മുമ്പാണെങ്കിൽ 4 ചുമരുകളും ബാക്കിയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് കൊടുത്തിരുന്നത്. 90%-ലേറെ, 99% എന്ന് പറയുന്നുണ്ട്, എന്നാലും ഒരു 95%-ലേറെയും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്, നിറയെ ടോയ്ലറ്റ് ആകുമ്പോൾ ടാങ്കും കിണറും എല്ലാം അടുത്ത് വരുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കുന്നുള്ളത് നോക്കണം. പക്ഷേ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിരിക്കുന്നു, എന്നാൽ ഇന്ത്യയിൽ അതായിട്ടില്ല. അപ്പോൾ ഇന്ത്യ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. 76 വർഷം കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ. അപ്പോൾ ഇതാണ് ഭരണാധികാരം. അതിന് കോൺഗ്രസ്സിന് പങ്കുണ്ട്. കോൺഗ്രസ് തുടക്കത്തിലെ വളരെ ഫോർവേഡായിട്ട്, വളരെ സയൻറ്റിഫിക്കായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പറ്റില്ല. കോൺഗ്രസ്സിലെ യാഥാസ്ഥിതിക നേതൃത്വമാണ് കോൺഗ്രസ്സിനെ ഭരിച്ചത്. അതിലെ ഉൽപ്പതിഷ്ണുക്കളായ, അതിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ ആളുകളെല്ലാം അടിച്ചമർത്തി. യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് ആ കോൺഗ്രസ്സാണ് BJP ആയിട്ട് പരിണമിക്കുന്നത്. അവർക്ക് വളരെ എളുപ്പമാണ്.
ഈ ഫ്യൂഡൽ അന്ധകാരത്തിലേക്ക് ചെന്ന് കയറാൻ. കാരണം ഇവരുടെ മനസ്സിലും അതുണ്ട്, പലരുടെയും ശാസ്ത്രപരമായ വലിയ വ്യത്യാസമില്ല, ഒട്ടും പുരോഗമനപരമല്ല അവരിൽ പലരും. അതുകൊണ്ട് വളരെ എളുപ്പം ഇന്ന് BJP നാളെ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസും BJP, ഈ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ അവർക്ക് പ്രയാസമില്ല. അപ്പോൾ വളരെ വൈകിപ്പോയിരിക്കുന്നു ഇവിടെ എത്താൻ എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു മാറ്റം വന്നില്ലെങ്കിൽ, ഇത് നേരത്തെ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ ഓരോ സ്ഥാപനത്തിനകത്ത് നിന്ന് അതിനെ തകർക്കുക, ഇത് ജർമ്മനിയിലെ ഫാസിസ്റ്റ് ഹിറ്റ്ലർ ചെയ്ത രീതിയാണ്. ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. നാസി പട, നാസി എന്ന് പറയുന്നത് സോഷ്യലിസവുമായിട്ട് പുലബന്ധമില്ലാത്തതാണ്. എന്താ സോഷ്യലിസം? എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നതാണ്, ജാതിഭേദമില്ല, മതഭേദമില്ല, എല്ലാവർക്കും അധ്വാനിക്കാൻ അവസരമുണ്ട്, എല്ലാവർക്കും തുല്യമായ പ്രതിഫലം സ്വീകരിക്കാൻ അവസരമുണ്ട്. അങ്ങനെ മനുഷ്യരെ ഒരേപോലെ കാണുന്ന അവസ്ഥയാണ് സോഷ്യലിസം. പക്ഷേ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നാഷണലിസവും സോഷ്യലിസവും എല്ലാം വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ, കാരണം ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടി, ചെറുപ്പക്കാരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ആർക്ക്? ഏത് നിങ്ങൾക്ക്? ഞങ്ങൾ പക്ഷേ ക്രിസ്ത്യാനിനെ സഹായിക്കൂല, ജൂതരെ സഹായിക്കില്ല. ആര്യ രക്തം സിരകളിൽ ഓടുന്ന ആര്യന്മാർക്ക് വേണ്ടിയിട്ട്, പിന്നെ ജർമ്മൻ പൗരന്മാർക്ക് വേണ്ടി ഞങ്ങളപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ യൂത്ത് എന്ത് കരുതി? ഞങ്ങളെല്ലാം സഹായിക്കാനാണ്, തൽക്കാലം ഞങ്ങൾ ഒന്ന് നന്നാവട്ടെ എന്നുള്ള മട്ടിൽ നാസി പാർട്ടി പോയി ചേർന്നു. പിന്നീട് എന്ത് ചെയ്തു? കുറച്ച് കഴിയുമ്പോൾ ക്രിസ്ത്യാനിക്കകത്തുള്ള വകഭേദം ഉണ്ടാക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഞങ്ങൾ കത്തോലിക്കർ മാത്രമേ ബുദ്ധിമുട്ടിക്കുള്ളൂ, പ്രൊട്ടസ്റ്റൻ്റുകാരനങ്ങരുത്. അതായത് ഹിറ്റ്ലർ പ്രൊട്ടസ്റ്റൻ്റുകാരെ മീറ്റിംഗ് വിളിച്ചു ചേർന്നു. ഞാൻ ഹിസ്റ്ററി എല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ ചിലർ ഇപ്പോഴും വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റൻ്റുകാരെ വിളിച്ചു ചേർത്തു, പിന്നെ ഞങ്ങൾ കത്തോലിക്കരെയാണ്. അപ്പോൾ കത്തോലിക്കരെല്ലാം തീർന്നപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാരെ തേടി വന്നു. പാസ്റ്റർ നിമുള്ളർ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, എന്നെ തേടി വരുമ്പോൾ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ജുഡീഷ്യറി, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, എല്ലാറ്റിനകത്തേക്കും ഇത് മീഡിയ വമ്പിച്ച തോതിൽ മീഡിയയെ വിലക്കെടുക്കുകയാണ്. അപ്പോൾ മീഡിയ അഭിപ്രായം പറയുന്നത് ഇത് ഭയാനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. പിന്നെ ഇതിനെതിരെ കൂട്ടായ്മ ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ വേണം. അങ്ങനെയൊരു യോജിപ്പ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ആവശ്യകതയുടെ ഗൗരവം അനുസരിച്ച് വേണ്ടത്ര വന്നിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് തരും. പിന്നെ ഒന്നുമില്ല, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രമുള്ളൂ. അപ്പോൾ ചുമര് തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കുറേ സീറ്റുകൾ സ്വരൂപിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ മൊത്തത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പിന്നെ ചില സർവേകളിലൊക്കെ ഈ 272 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്താൻ കുറച്ച് പാടുപെടും എന്നുള്ള രീതിയിലുള്ള അനാലിസിസുകൾ വരുന്നുണ്ട്. അതിനുള്ളൊരു പോസിറ്റീവ് സാധ്യത കാണുന്നുണ്ടോ BJPക്ക്, ഇന്ത്യ മുന്നണിക്ക് അതിനെ മറികടക്കാൻ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞ തവണത്തേക്കാൾ സാധ്യത കൂടിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും കരുതണം ഈ സാധ്യത ഉണ്ടാക്കാൻ. നേരത്തെ പോലെ ഒരു വാദമായിട്ട് കോൺഗ്രസും വരാതിരിക്കുന്നതാണ് നല്ലത്. അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, കോൺഗ്രസ് ഒറ്റക്കക്ഷിയാവും, ഏറ്റവും വലിയ കോൺഗ്രസ് പ്രതിപക്ഷത്തിനുള്ള സീറ്റ് പോലും, നല്ല പ്രതിപക്ഷമാവാൻ പോലും അവർക്ക് സീറ്റ് കിട്ടിയില്ല. ഇത്തവണ കോൺഗ്രസിൻ്റെ നില കുറേ കൂടി പരുങ്ങില്ല. മറ്റു സംസ്ഥാനങ്ങൾ അലയൻസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ചിലയിടത്ത്. അപ്പോൾ അവിടെയെല്ലാം കോൺഗ്രസിന് സീറ്റ് കിട്ടുന്നത് മുൻപത്തേക്കാൾ കുറഞ്ഞു പോകാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവരും വേണം. തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാടുണ്ട്, കർണാടകയിൽ നിന്ന് കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. കേരളത്തിൽ ഇടതുപക്ഷം വരണം. കാരണം ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. അത് മനസ്സിലാക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇവിടെയാണ്, കേരളത്തിലാണ് LDFന് സാധ്യത. അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം. അപ്പോൾ നല്ലൊരു നമ്പർ ഇടതുപക്ഷം അവിടെ ഉണ്ടാവും, ചാഞ്ചല്യമില്ലാതെ. നാളെ BJPയിലേക്ക് ചാടിക്കളയുന്നൊന്നും കരുതാതെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷം അവിടെ ഉണ്ടാവും. ഇത്തവണ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിക്കും. അപ്പോൾ ഇടതുപക്ഷം പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിന് സീറ്റ് സ്വരൂപിക്കാൻ പറ്റുമെങ്കിൽ അത് പിന്നെ DMK ഉണ്ട്, ഡൽഹി ഉണ്ട്, ഡൽഹിയെ തകർക്കാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൽഹി ഉണ്ട്, പഞ്ചാബ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. നേരത്തെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്നൊരു വിവാദമുണ്ടല്ലോ, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പള്ളികളിൽ ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ഒക്കെ അത് കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. വളരെ ഫേക്ക് ആയിട്ടുള്ള കൃത്യം കള്ള സിനിമയാണത്.
പക്ഷേ ഇവിടുത്തെ ഒരു മതമേല അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പൗരോഹിത്യം ഇതിനെ അവരുടെ അച്ഛന്മാരൊക്കെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ സാധിക്കുന്നു കേരളത്തിലിരുന്നു കൊണ്ട് ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു സിനിമയെ എങ്ങനെയാണ് ഇങ്ങനെ എൻഡോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. നേരത്തെ DYFI ഉൾപ്പെടെയുള്ള ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ അതിനെതിരെ ദൂരദർശനിൽ പ്രക്ഷേപണം ചെയ്ത സമയത്ത് അതിനെതിരായിട്ടുള്ള പ്രസ്താവനയൊക്കെ ഇറക്കി. പക്ഷേ ഒരു പള്ളി അത് നടത്തുന്ന സമയത്ത് രൂപത നിൽക്കുമ്പോൾ ഇലക്ഷൻ കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആ രീതിയിൽ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അതിനെ എതിർത്ത് ഈ രീതിയിൽ തന്നെ ശക്തമായി എതിർക്കേണ്ടതില്ലേ? ഇതിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു തരം ഭയം ആളുകളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുമ്പം ഇങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി നശിപ്പിക്കുന്നു എന്ന ഭയം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഏശിയിട്ടില്ലെങ്കിലും കുറച്ച് ഏശുന്നുണ്ട്. ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ബർക്കാത്തോ മറ്റോ വിളിച്ചിട്ടുള്ള ഒരു ഇതിലാണ്. അതിൽ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, വേറെ BJPയുടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുമ്പം 32,000 പെൺകുട്ടികളെ ഇവിടുന്ന് പ്രേമം നടിച്ച് വഞ്ചിച്ച് കൊണ്ടുപോയി മതം മാറ്റി അവർ ഇപ്പം മറ്റേ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നു എന്ന് പറഞ്ഞിട്ടൊരു വർത്തമാനം വന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഇതിൻ്റെ നമ്പർ കൃത്യമായിട്ട് അറിയുന്ന ഒരു പത്രപ്രവർത്തകനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആകെ കേരളത്തിൽ നിന്ന് അങ്ങനെ പോയ എല്ലാ പെൺകുട്ടികളെയും കണക്കാക്കിയാൽ കേരളത്തിൽ നിന്ന് ആകെ അത്തരം 3 കേസേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ചില എക്സ്ട്രീം ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്ന ചിലർ അങ്ങനെ ചിലപ്പോൾ പോകുന്നുണ്ടാവാം. പക്ഷേ അതിങ്ങനെ ഒരു വലിയ ലവ് ജിഹാദാണ്. ഇപ്പോൾ കാണുന്ന ഒരു മറ്റു സമുദായത്തിലുള്ള പേരുകാരെല്ലാം ഇതിൻ്റെ കൂടെയാണെന്ന് എത്ര സമർത്ഥമായിട്ടാണെന്ന് നോക്കൂ. അങ്ങനെ അല്ലെന്ന് തെളിഞ്ഞിട്ടും അങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് അപകടകരമായ വസ്തുത. അതുകൊണ്ടാണ് നമ്മളതിനെ എതിർത്തത്. ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു ഭീമാകാരമായ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ നിയമാനുസൃതമായ അഴിമതിയായിട്ട് നടത്തിയിട്ടുള്ളത്. എന്നിട്ടാണ് സംസ്ഥാനങ്ങളിലെല്ലാം EDനെ വിട്ടിട്ടും മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചിട്ടും അഴിമതി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കേരളത്തിൽ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്ത് കെജ്രിവാളിനെ ഉൾപ്പെടെ അങ്ങനെ പലതരത്തിലുള്ള മുഖ്യമന്ത്രിമാരെ എല്ലാം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് അഴിമതിയെ നോർമലൈസ് ചെയ്യുകയും നിയമാനുസൃതമാക്കുകയും മറ്റു തരം ആളുകളെ അഴിമതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതിയെക്കുറിച്ച് വലുതായിട്ട് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ പാർട്ടിക്ക് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കാവുന്ന ഒരു സംഗതിയും കൂടെ ഉണ്ട്. കോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് CPM എന്നുള്ളതുകൊണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന വിഷയത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമായി ഉന്നയിക്കേണ്ടതല്ലേ ശരിക്കും? അങ്ങനെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് CPM ഇടതുപക്ഷ പാർട്ടികളും ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് മിണ്ടുന്നില്ല. കാരണം BJP കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ പേരിലാണ് കുറേ പണം വന്നിട്ടുള്ളതെന്നാണ്. ഈ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ അപകടത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് ഇതിൽ അങ്ങനെ അതൊരു അടിസ്ഥാനമില്ലാത്ത പണം, യഥാർത്ഥത്തിൽ കുഴൽപ്പണക്കേസ് എന്നെല്ലാം പറയും പോലെ തന്നെയല്ലേ ഇത്, കള്ളപ്പണം വെളുപ്പിക്കുകയല്ലേ. അപ്പോൾ അത് ഒരു രാജ്യത്തെ ജനാധിപത്യ ഭരണത്തെ എങ്ങനെയാണ് കാർന്നു തിന്നുന്നത് എന്നുള്ളത് ജനത്തിന് മനസ്സിലാവുന്ന നാൾ ശക്തമായ പ്രതിഷേധം വരും. പക്ഷെ മനസ്സിലാക്കി കൊടുക്കാൻ ആരാ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് വലിയ അപകടകരമായി. ഇതൊരു പുകമറിയാണ് ഇത് EDയെ പറഞ്ഞയച്ചിട്ട് മറ്റുള്ളവരെ വരട്ടുന്നത്. കാരണം അപ്പുറത്ത് വലിയ കൊള്ള നടക്കുമ്പം പണ്ട് ഒരു ചൊല്ല് പറയാറില്ലേ, ആന പോകുന്നിടം തുറന്നു വെച്ചിട്ട് കടുക് പോകുന്നിടം അടക്കുക എന്നൊരു ചൊല്ല് അമ്മമ്മയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ വലിയ അഴിമതി ആനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റേ പ്രതിപക്ഷ പാർട്ടികളുടെ നേരെ ED അയച്ചിട്ട് വിഷമമുണ്ടാക്കുകയാണ്. അതാണ് പിന്നെ കേജ്രിവാളിൻ്റെ എല്ലാം, എനിക്കറിയില്ല അവരുടെ എന്താ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ പറയുന്ന ആരെങ്കിലും നാളെ BJP ചേർന്നു എന്ന് കരുതും, എല്ലാം സഡൻ സ്റ്റോപ്പാണ്. എത്രയോ കേസുകൾ അങ്ങനെ എല്ലാം സഡൻ സ്റ്റോപ്പാണ്. സിനിമ ആക്ടർമാർ, ചില സെലിബ്രിറ്റികളുണ്ട്, വലിയ ജനകീയ അംഗീകാരമുള്ള ആളുകൾ, അവർക്ക് പണവും ഉണ്ട് പ്രശസ്തിയുണ്ട്. അവർ ചിലപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ BJP ഇതര പിന്നെ കൂട്ടുകെട്ടിനെയോ ഒരു ദിവസം വാക്കുകൊണ്ട് ന്യായീകരിച്ചു പോയാൽ അടുത്ത ദിവസം ED എവിടെ എത്തുകയാണ്. ഇന്നലെ വരെ ഇവരുടെ പണോടി ഉണ്ടായിരുന്നില്ലേ, ഇന്നലെ വരെ ഇവർ ഡെപ്പോസിറ്റും ഒക്കെയായിട്ട് ഇവർ നിൽക്കുകയല്ലേ. പക്ഷേ ഇന്നലെ വരെ വന്നിട്ടില്ല. ഇന്ന് BJPക്ക് എതിരായിട്ട് പോലും വേണ്ട, ഒരു പക്ഷേ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വേറെ DMKക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് ED വരികയാണ്. ഇത് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് കാണണം. തോമസ് ഐസക്കിനെതിരെ ED വരികയാണ്. കിഫ്ബി എന്താണെന്ന് വളരെ വ്യക്തമായി സ്ഥാപിച്ചെടുത്തിട്ടുള്ളൊരു കാര്യമാണ്, സുതാര്യമാണ്. അപ്പോൾ അത് എന്തോ പറഞ്ഞിട്ട്
പിന്നെ ED ഇങ്ങനെ നിരന്തരമായിട്ട് ഇതൊരു മീഡിയ ഇത്തരത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ വലിയ 9 മണി ചർച്ചയായിട്ട് മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞു. മീഡിയ ഒക്കെ സ്വാധീനിക്കുന്നു, ഭയപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പണം കൊടുത്ത് സ്വാധീനിക്കുന്നതിനേക്കാൾ മീഡിയയെ ഭയപ്പെടുത്തുന്നു, അങ്ങനെ പരുവപ്പെടുത്തി കളഞ്ഞു. കാരണം അവർക്ക് പരസ്യം കിട്ടില്ല, അഡ്വർടൈസ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മീഡിയയിലുള്ളവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അവരുടെ നിലനിൽപ്പ് ഒരു പ്രധാന ഘടകമല്ലേ. അപ്പോൾ ഭരണം ഉപയോഗിച്ച് അവരെല്ലാം ഭയപ്പെടുത്തി നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ നല്ലത് സപ്രസ് ചെയ്യുക, അമർച്ച ചെയ്യുക, ചീത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, വിമർശനം, നല്ല വിമർശനം ഉന്നയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും അത് അല്ലെങ്കിൽ കുഴപ്പണത്തിൻ്റെ എത്രയോ ദിവസം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒറ്റ ദിവസമോ മറ്റോ വന്നൊന്നും പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ പതനത്തിലേക്ക് ഈ രാജ്യം വന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഇപ്പം നമ്മുടെ വടകര മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്കിലും ചൂടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരം ടൈറ്റായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഷാഫി ഇതിലിവിടേക്ക് വന്നതോട് കൂടിയിട്ട് ടൈറ്റായി എന്നാണ് വിശകലനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് മൊത്തത്തിലെ മണ്ഡലത്തിലുള്ള ഒരു അന്തരീക്ഷം? ഇതും മീഡിയയുടെ ഒരു ക്രിയേഷനാണ്, ഹൈപ്പ് ഉണ്ടാക്കലാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഷാഫിക്ക് ഹൈപ്പ് ഉണ്ടാക്കിയത്? നേരത്തെ മുരളീധരനായിരുന്നു. മുരളീധരനാണോ ഷാഫിയാണോ വലുതെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് അവർ രണ്ടാളും കണക്കാണ്, രണ്ടാളും UDF ആണ്. കേട്ടില്ലേ? അപ്പം മുരളീധരനേക്കാൾ വലുതാണ് ഷാഫി എന്ന് അവർ പറയുന്നത് ഞങ്ങൾക്ക് തോന്നാറില്ല. അത് അവരുണ്ടാക്കുന്ന ഒരു പ്രചരണമാണ്. ഷാഫി വന്നപ്പോൾ എന്തോ ഇവിടെ ഭയങ്കര സംഭവം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിയത്. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ 10,000-കണക്കിന് ആളുകളാണ് വന്ന് നിറഞ്ഞത്. ഞങ്ങളൊരു 4-5 ആളുകളുടെ ഒരു സ്വീകരണം ഏർപ്പാടാക്കാൻ ആലോചിച്ചിരുന്നു. സംഘാടകർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ 5,000 പോയിട്ട് 10-ലും 15-ലും നിൽക്കാത്ത രീതിയിൽ പല ഭാഗത്ത് സ്ത്രീകളൊക്കെ വന്ന് നിറയുകയായിരുന്നു. അത്ര ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് വോളണ്ടിയർമാരെല്ലാക്കി ഇതിനെ നിയന്ത്രിക്കാൻ പോലും സാധാരണ ഞങ്ങൾ അങ്ങനെ ചെയ്യും. 4-5 ആളുകളെ നിയന്ത്രിക്കാനൊന്നും വലിയ പാടില്ലല്ലോ. പക്ഷേ വന്ന് അത്രയധികം ആളുകൾ ഒഴുകി വന്നു. എവിടെയായിരുന്നു മീഡിയ? ശൈല ടീച്ചർ വരുമ്പോൾ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു, വമ്പൻ സ്വീകരണം നൽകിയെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു, നല്ലത്. അത് കഴിഞ്ഞ് ഷാഫി വന്നിറങ്ങിയപ്പോൾ ഞങ്ങളെ അന്നത്തെ സ്വീകരണത്തിൻ്റെ പകുതി ആളില്ല. പക്ഷെ നല്ല ജനക്കൂട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ജനക്കൂട്ടുണ്ടായിരുന്നു. അത് ആ ജനക്കൂട്ടം എങ്ങനെയാണ്? ഞങ്ങളതെങ്ങാട്ടാണെങ്കിൽ മീഡിയ ചകഞ്ഞു നോക്കിയിട്ട് പറയില്ലേ, ശൈല ടീച്ചർക്ക് മട്ടന്നൂരിൽ നിന്നൊക്കെ ആൾ വന്നിരുന്നു, മട്ടന്നൂരിൽ നിന്ന് വന്നിരുന്നു, അല്ലെങ്കിൽ കേരളാടിസ്ഥാനത്തിൽ മഹിളേൻ്റെ പ്രവർത്തകർ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാൻ ഇടയുണ്ടായിരുന്നു. ഒന്നുമില്ല, ഈ വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള ആളെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ എവിടെയും പുറത്തുനിന്ന് ആരും വരണം, വന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വടകര അസംബ്ലി നിയോജക മണ്ഡലത്തിനകത്തുള്ള ആളെ മാത്രം പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങൾ നടത്തിയ ആ കാര്യവും, എന്നാൽ മറ്റേ എതിർ സ്ഥാനാർത്ഥിയുടെ ഈ കൂട്ടായ്മയിൽ വെളിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്നിരുന്നു. ഇവിടെ നിന്നൊക്കെയാന്ന് ഞാനിപ്പം പറയുന്നില്ല, വണ്ടിയൊക്കെ, എന്നിട്ട് പോലും ഞങ്ങളുടെ പകുതി ആളേ ഉള്ളൂ. പക്ഷെ ഇന്നും പ്രചരിപ്പിക്കുന്നത് എന്താ? ഷാഫി വന്നതോടുകൂടി വലിയ ഹൈപ്പുണ്ടായി, വമ്പിച്ച സ്വീകാര്യത. മുരളീധരൻ വരുമ്പോൾ എന്താ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ? മുരളീധരൻ വരുമ്പോൾ ഉണ്ടായിരുന്നു. അന്നത്തെ മുരളി ജയിച്ചില്ലേ നിങ്ങൾ ചോദിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല മുരളി ജയിച്ചത്. മുരളി ജയിക്കാൻ കാരണം അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, കോൺഗ്രസ് ഭരണം ഉണ്ടാക്കും. അതുകൊണ്ട് പാർലമെന്റിൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കുക എന്നുള്ളൊരു പൊതുവികാരം കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാത്തതല്ല. അപ്പോൾ ഈ ആൾക്കൂട്ടം എന്തുകൊണ്ട് ശൈല ടീച്ചർ വരുമ്പോൾ ഇങ്ങനെ 10,000-കണക്കിന് ആൾ വന്നു എന്ന് പറയാൻ കഴിയാത്തത്? അത് പിന്നെ പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, ഷാഫി വരുമ്പോൾ ആളുണ്ടായിരുന്നു, ശൈല ടീച്ചർ വരുമ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? അത് പറഞ്ഞിട്ടില്ല, അത് തമസ്കരിച്ചു. അപ്പോൾ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. അതൊന്നും അല്ല വോട്ടാവുന്നത്, ആൾക്കൂട്ടമൊന്നും മാത്രം കണ്ടിട്ട്. സോഷ്യൽ മീഡിയ കാലത്തെ ഷാഫി കുറച്ചുകൂടി നന്നായി മാർക്കറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അത്തരം വീഡിയോ. അപ്പോൾ ഈ CPM-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മാർക്കറ്റിങ്ങിന്റെ കുറവുണ്ടോ? മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ് ആ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ കൂടി, അതും കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളതും കൂടി ഒരു ഘടകമാണല്ലോ. ഇത് രണ്ടാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുക. അതിലപ്പുറത്തേക്ക് കടക്കാൻ പരിമിതിയുണ്ട്, ലിമിറ്റുണ്ട്. എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പച്ച നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. നുണകളെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പം എന്നെ കൊല്ലത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, ഒരു ഫൈസൽ എന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്തോ മറ്റോ, ഞങ്ങളുടെ അനുഭവിയാണ്, തിരുവനന്തപുരത്തോ മറ്റോ വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ചെറുപ്പക്കാരൻ. അത് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ആ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഈ ഫേസ്ബുക്ക് പേജിൽ അടിക്കുറിപ്പെട്ടിരിക്കുന്നത് മറ്റേ ബോംബ് സ്ഫോടനത്തിലെ പ്രതിയെ അമൽ കൃഷ്ണയോ അങ്ങനെ കാര്യം പറഞ്ഞിട്ട് ശൈല ടീച്ചറോടൊപ്പം.
അപ്പോൾ ഇത് ഓടാൻ തുടങ്ങി. ഈ കുട്ടി അത് കണ്ടിട്ട് ഭയങ്കര സങ്കടം. ടീച്ചർ അത് ഞാൻ തിരുവനന്തപുരത്ത് നിന്നെടുത്ത ഫോട്ടോ ആണ്, എന്നിട്ട് അമൽ കൃഷ്ണയാണെന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, നീ നിയമ നടപടി എടുക്കുക, നിൻ്റെ മുഖം നിനക്കറിയാലോ, എവിടുന്ന ഫോട്ടോ എടുത്തോന്നും അറിയാം. എന്നിട്ട് അത് ഈ കുട്ടി എല്ലാവർക്കും അറിയില്ലല്ലോ, ഇവിടെ മലബാറിലല്ലല്ലോ. അപ്പോൾ മലബാറിലല്ലാത്ത ഒരാളെ ഫോട്ടോ കൊടുത്താൽ ഇവരാരെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചാൽ കുറേ ആൾ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഈ പ്രതികളാരാന്നൊന്നും അറിയില്ലല്ലോ, വിശ്വസിക്കുമല്ലോ. അങ്ങനെ പ്രചരിപ്പിച്ചു. ഒന്ന്. മറ്റൊന്ന്, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കെതിരായിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ സ്ത്രീകൾ വളരെ മോശമായിട്ടുള്ള പഴയ സവർണ മേധാവിത്വം ദ്യോതിപ്പിക്കുന്ന, നിങ്ങൾ കണ്ടോളൂ, തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല, തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശക്കാർ, അവർണർ, ഇവർ സവർണർ, ഇവർ ഭയങ്കര ആഢ്യന്മാർ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു. തൊഴിലുറപ്പിലെ സ്ത്രീകളെ പരിഹരിച്ചത് ശരിയായില്ല. അത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിന് മറുപടി പറയും. തൊഴിലുറപ്പ് തൊഴിലാളികൾ ദേഷ്യം വന്നിട്ട് എല്ലാവരുടെയും പ്രകടനം നടത്തി. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ അവഹേളിച്ച് വെറുതെ വിടില്ല ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നലെ ഒരു പോസ്റ്റ്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ കെ ശൈലജ, നിങ്ങൾ ജാതി ഒരു നുണ. എനിക്കട്ടെ, ഇതുവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പം കോൺഗ്രസും ഞങ്ങളും എല്ലാം തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പരസ്പരം നന്നായിട്ട് പോരടിക്കാറുണ്ട്, തെരഞ്ഞെടുപ്പിൽ വാദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ഒരു ഇപ്പം ഞാൻ എത്ര കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് മത്സരിച്ചു. ഞാൻ ആദ്യം തന്നെ കൂത്തുപറമ്പിൽ MP കൃഷ്ണൻ നായർ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഇങ്ങനെ പച്ച നുണ പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ടില്ല, അങ്ങനെ പ്രചരിപ്പിച്ചിട്ടേ ഇല്ല. AD മുസ്തഫ സാറിനെതിരായിട്ട് ഞാൻ മത്സരിച്ചു. കോൺഗ്രസിൻ്റെ മാന്യമായിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞു, മുസ്തഫ സാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു. സണ്ണി ജോസഫും ഞാനും കൂടി മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പരസ്പരം അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയോ? ഇത് വടകര മണ്ഡലത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ അങ്ങനെയുള്ളവരാണോ ഇവിടെ ജയിച്ചു വരേണ്ടത്? അല്ലേ? എന്തൊരു വർത്തമാനമാണ്. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപഹസ്യത്തിനെതിരായിട്ട് ശക്തമായി പ്രതികരിച്ചു. അപ്പോൾ 2 തൊഴിലുറപ്പ് തൊഴിലാളികളെങ്കിലും വിശ്വസിച്ചാലായില്ലേ? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ കെ ശൈലജ? ഇത് വേറൊന്ന് കേൾക്കണം. ഈ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വിഭാഗത്തിൻ്റെ ഏറ്റവും ജനവിരുദ്ധ, അല്ലെ എന്താ അതിന് പറയുക, ജുഗുപ്സാവഹമായിട്ടുള്ള പ്രചരണത്തിൻ്റെ രീതി. ഏതോ ഒരു പോർണോ ചിത്രത്തിൻ്റെ തല വെട്ടിമാഴിയിട്ട് എൻ്റെ തല വെച്ച് ഒരു ഹാഫ് സ്കർട്ട് ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാണിച്ചിരുന്നു, ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ അതിലെൻ്റെ തല ഫിറ്റ് ചെയ്തിട്ട് അടിയിൽ തെറിവാക്കുമൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തു. എന്താ വിചാരിച്ചത്? ഈ വേഷത്തിലാണ് ഞാനെന്ന് വടകര നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കുടുംബം വിശ്വസിക്കുമോ? മുസ്ലിം ലീഗിൻ്റെ കുടുംബം അത് വിശ്വസിക്കുമോ? അപ്പോൾ അവരെല്ലാം കാണുന്നില്ലേ UDFൻ്റെ കുടുംബങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണോ ഈ ശൈല ടീച്ചറെ കുറിച്ച് ആരാ ഇതിട്ടത് എന്ന് തോന്നുമല്ലാതെ ഈ ശൈല ടീച്ചർക്കാണോ വോട്ട് കൊടുക്കേണ്ടതെന്ന് അവർക്ക് അങ്ങനെ തോന്നുന്നു. അവർക്ക് അങ്ങനെ തോന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചില UDFൻ്റെ പ്രാദേശിക നേതാക്കൾ എന്നെ വിളിച്ചു, ടീച്ചർ ഇതൊന്നും കണ്ടിട്ട് മൈൻഡാക്കണ്ട, കാരണം ഇതൊന്നും ആർക്കും ഇഷ്ടാവുന്നില്ല, കേട്ടില്ല, ഇതൊന്നും ഞങ്ങൾക്കൊന്നും ഇഷ്ടാവുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അവർക്ക് തന്നെ വിനയാവുകയുള്ളൂ, ഞങ്ങൾക്ക് തന്നെ വിനയാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. നമ്മളതുപോലുള്ളൊരു മുതിർന്ന ആൾ അത് ഇത്രയും ചീപ്പായിട്ട് ഈ ചെറുപ്പക്കാർക്ക് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു? രാഷ്ട്രീയമെന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കൊക്കെ ഇനി ഒരുപാട് അവസരമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. അവരെല്ലാം വളർന്നു വരേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റമെങ്കിൽ രാഷ്ട്രീയത്തിൽ അവർക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റുമോ? വളരെ 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 മോശമായിട്ടുള്ള പ്രചരണങ്ങൾ ഈ രീതിയിൽ താഴേക്ക് നടക്കുകയാണ്. അതൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൻ്റെ മഹത്വം. ഇതാണ് ഫേസ്ബുക്കിൽ UDF സ്ഥാനാർത്ഥി മികച്ചു നിൽക്കുന്നു, പിന്നെ LDF സ്ഥാനാർത്ഥി അത്രയില്ല. എന്നാൽ ഞങ്ങളുടെ റീലുകളും പോസ്റ്റുകളും അതെല്ലാം ധാരാളം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, ലൈക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇഞ്ചാതി വരുമ്പം ഈ രീതിയിലുള്ളത് വരുമ്പോൾ ഒരുപാട് ആളുകൾ നോക്കും, എതിർത്തും അനുകൂലിച്ചൊക്കെ പോസ്റ്റ് ഇടും. അപ്പോൾ റീച്ച് കൂടിയതായിട്ട് എണ്ണത്തിൽ കാണും. അതാണ് ആ റീച്ച് കിട്ടാൻ വേണ്ടി അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? വഷളാക്കി കാണിച്ചുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? അതുകൊണ്ട് അവരുടെ നവമാധ്യമത്തിൽ അവർ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതിയാണ്. അതുകൊണ്ട് അവർ കുറച്ച് റീച്ചെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിലുള്ള നവമാധ്യമത്തിൻ്റെ റീച്ച്, പിന്നെ എൻ്റെ പേജ് ഞാൻ ബൂസ്റ്റ് ചെയ്തതല്ല, ഒറിജിനലാണ്, ഒരിക്കലും ചെയ്യേണ്ട എന്ന് ഞാൻ പറയാം. എൻ്റെ പേജ് തിരഞ്ഞെടുപ്പ് പേജല്ല, അങ്ങനെയാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന പ്രതികരണം ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്.
അതിലും വന്നിട്ട് വൃത്തികെട്ട് കമൻ്റ് ഇടുന്നുണ്ട്. പിന്നെ വളരെ മോശമായിട്ട് ഈ കോവിഡ് കള്ളി എന്നെല്ലാം. കോവിഡ് കാലത്ത് PPE കിറ്റിന് വില കൂടിയപ്പോൾ ആ വില കൂടിയ വിലക്ക് PPE കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ആരാ പറഞ്ഞ വാങ്ങിയിട്ടില്ല എന്ന്? 1500 രൂപയപ്പോൾ 1500 രൂപ, 500 രൂപയ്ക്ക് കിട്ടുമ്പോൾ 500 രൂപക്ക്, 800 രൂപക്ക് കിട്ടുമ്പോൾ 800 രൂപ. കാരണം ഇത് വാങ്ങിയിട്ടില്ലേ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അപകടത്തിലാവില്ലേ? നഴ്സുമാരും ഡോക്ടർമാരെല്ലാം മരിച്ചു പോയാൽ പിന്നെ രോഗികളെ ആരാ നോക്കുക? ഞങ്ങളുടെ പ്രഥമ പരിഗണന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ്. അപ്പോൾ ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത് ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലും നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഇതൊക്കെ ആരാ വിശ്വസിക്കുക? ഞങ്ങൾ 10 രൂപക്ക് മാർക്കറ്റ് കിട്ടിയിരുന്ന മാസ്ക് 60 രൂപ മുതൽ 100 രൂപ വരെ കൊടുത്തിട്ട് ഒരു ഘട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം അത് വീണ്ടും 10 രൂപക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അതുകൊണ്ട് അതൊന്നും കണക്കാക്കേണ്ടതില്ല. അവരുടെ ഇടയിലും മനുഷ്യസ്നേഹികളുണ്ടല്ലോ. ഞങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പെരുമാറിയിട്ടുള്ളതും കക്ഷി രാഷ്ട്രീയം വേറെ. നമ്മുടെ ആശയഗതികൾ നമ്മൾ പറയും, ശക്തമായി വിമർശിക്കും. അത് കോൺഗ്രസിനെ ആയാലും BJP ആയാലും ഒക്കെ വിമർശിക്കും. എന്നാൽ അവരുടെ എല്ലാം കുടുംബത്തിലുള്ള എത്ര പേര് നമ്മുടെ സുഹൃത്തുക്കളാണ്. കാണുമ്പോഴൊക്കെ അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ, അത് ഈ പാർട്ടികളിലൊക്കെ ഇല്ലേ? അവരെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒന്നടങ്കം ചീത്തയാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊരു വ്യക്തിവൈരാഗ്യം, പേടി എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ ആരോഗ്യമന്ത്രിയായപ്പോൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ഗുണഫലം ചില അവാർഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഇടയിലൊരു, എല്ലാവരും എന്ന് പറയുന്നില്ലെങ്കിലും ഒരു ചെറിയ വിഭാഗമെങ്കിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അത് വോട്ടായി പോകുമോ? അങ്ങനെ ഒരു ആനുകൂല്യം എനിക്ക് കിട്ടും, അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ ഇമേജ് ഇല്ലാണ്ടാക്കണം, കരിവാരി തേക്കണം. അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറയാൻ പറ്റാത്തപ്പോൾ എല്ലാവരും ചെയ്യുന്ന വ്യക്തിഹത്യയാണ്. അവനവൻ്റെ ഉള്ളിലൊന്നുമില്ല പറയാൻ. എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് എന്താ ചെയ്യാമെന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിച്ച് MP ആയാലെന്താ ചെയ്യാമെന്ന് വടകര മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയാനില്ലാത്തപ്പോൾ, അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ലാത്തപ്പോൾ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതാണ്. അത് ബൂമറാങ്ങായിട്ട് വരുന്ന ഞാൻ കരുതുന്നത്. അതിലൊന്നും ഒരു വിയോജിപ്പുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു പാർട്ടിയിലെ ആളുകൾ മാത്രമല്ല ഈ വ്യക്തിഹത്യ ചെയ്യുന്നത് എന്ന്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന പ്രവർത്തകര് രാഷ്ട്രീയം പറയാനില്ലാത്ത സാഹചര്യത്തിൽ അപ്പുറത്തേക്ക് സ്ത്രീയാണെങ്കിൽ മുഴുവൻ വ്യക്തിഹത്യം. ഞങ്ങൾ അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന് തന്നെ നല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇതിൽ സ്ഥാനാർത്ഥി വ്യക്തിഹത്യ ചെയ്തിട്ടില്ലല്ലോ, എന്തെല്ലാം പറയാനുണ്ട് വേണമെങ്കിൽ പറയാൻ ഉള്ളത് ഞങ്ങൾ നേരത്തെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു പോകാം, പക്ഷേ അധിക്ഷേപിച്ചെന്നാലും ചിലപ്പോൾ ചിലയിടത്ത് ചില പദപ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളപ്പോൾ തടസ്സപ്പെടുത്താറാണ്. എന്നാൽ സ്ഥാനാർത്ഥി അധിക്ഷേപിച്ച് ഇവർ കൊടുക്കുമ്പോൾ അവർ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അധിക്ഷേപിച്ച് പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ യേശുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം പരസ്പര ബഹുമാനം കാണിക്കണം. എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളതും അങ്ങനെയായിരുന്നു എതിർ സ്ഥാനാർത്ഥികളിൽ നിന്ന്. അപ്പോൾ ശരിക്കും ഞാനും സണ്ണി ജോസഫൊക്കെ മത്സരിക്കുമ്പോഴും ജയിച്ചു വന്നാലും ഇപ്പോൾ ഞങ്ങൾ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ വ്യക്തിപരമായിട്ട് ഇതുവരെ അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഇതിൻ്റെ പുറത്തുള്ളൊരു നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള സൗഹൃദമൊക്കെ ഉണ്ടല്ലോ. അതല്ലാതെ ഇങ്ങനെ അറക്കുന്ന ഭാഷയിൽ അത് ഒരുപാട് പേരൊന്നും ഇല്ല. ഒരു ചെറിയ സൈബർ സംഘമാണ്. അവർക്ക് ജയിക്കാനുള്ള ആക്രാന്തത്തിൽ അവർ വിചാരിച്ചിരിക്കുന്നത് എന്നെ 4 ചീത്ത പറഞ്ഞാൽ എൻ്റെ ഇമേജ് പോവും, അവർക്ക് ജയിക്കാമെന്നാണ്. നടത്തട്ടെ, ഇനി ഇലക്ഷൻ വരുമ്പോൾ എന്ത് നുണബോംബാ വരുവാന്നറിയില്ല. ഇപ്പോൾ ഒന്ന് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിന് പ്രതിഷേധിക്കേണ്ടി വന്നു. ഞാൻ വളരെ പോസിറ്റീവായി, അതായത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ച് അവരെ ശത്രുക്കളാക്കി മാറ്റാനുള്ള ഒരു പ്രവണതയുണ്ട്. മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെല്ലാം വർഗീയവാദികളാ എന്ന് ഞാൻ ചോദിച്ചത്, ആ ചോദ്യം ഒഴിവാക്കിയിട്ട് മുസ്ലിം മതസ്ഥരെല്ലാം തന്നെ വർഗീയവാദികളാ എന്ന് പറഞ്ഞിട്ട് ടോൺ മാറ്റി ക്യാപ്ഷൻ കൊടുത്തു. ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ആന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്ക് നന്ദിയുണ്ട്. സാധാരണ മാധ്യമ പ്രവർത്തകർ ചെയ്യാത്തതാണ്. ഡോക്ടർ അരുൺകുമാർ പിന്നെ അത് നന്നായിട്ട്, അങ്ങനെ അദ്ദേഹത്തിന് അത്രയും അറിയാം എൻ്റെ വികാരം. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഫാറൂഖ് അബ്ദുള്ള പ്രസംഗിച്ചതാണ്. ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം. അല്ലേ, ഞാൻ മുസ്ലിം ആണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി, ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം. ഇതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അവർക്കെതിരെ പറയരുത്, അവർക്കെതിരെ വാളോങ്ങരുത്.
എന്ന് പറഞ്ഞ ആ ന്യൂനപക്ഷ വിഭാഗം അനുഭവിക്കുന്ന മനപ്രയാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിച്ചത് നേരെ തിരിച്ച് ന്യൂനപക്ഷത്തിന് എതിരാണ്. അത് ഒരു ഭീതിയാണ്. കാരണം അതൊന്നും ന്യൂനപക്ഷ വിഭാഗക്കാർ അവർക്ക് പൊളിറ്റിക്സ് അറിയാൻ കേട്ടോ. ആരാണ് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നത്? ഞാൻ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ഒന്നും ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി വാദിക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷിതത്വം കൂടി ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊള്ളണം. അത് അങ്ങനെ ഒരു ഭീതി ഇപ്പം പര്യടനമൊക്കെ നടത്തുന്ന സമയത്ത് ഈ മതന്യൂനപക്ഷ ഭാഗത്തിനകത്ത് ഇപ്പോൾ CAയുടെ NRCയുടെ ഒക്കെ ബാക്ക്ഡ്രോപ്പിൽ അങ്ങനെ ഒരു മുസ്ലിങ്ങൾക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഭീതി ഉണ്ടെന്നുള്ളതായിട്ട് തോന്നി. അങ്ങനെ ഒരു മുസ്ലിം എന്നുള്ളതല്ല, നമ്മുടെ പൊതു ജനാധിപത്യ മതേതര ബോധത്തിന് പോറലേൽക്കുന്നത് മുസ്ലിമിന് മാത്രമൊന്നുമല്ല. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ജനാധിപത്യ വിശ്വാസികളല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഹിന്ദുവും മുസ്ലിമും ജനാധിപത്യ വിശ്വാസികളല്ലേ. അവരെ ഹിന്ദു മുസ്ലിം പറഞ്ഞ് വേർതിരിക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ജനാധിപത്യ ബോധമുള്ളവർക്ക് ഉത്കണ്ഠയുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് ഞങ്ങളതിനെ ഉണ്ടാക്കാനും ശ്രമിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ജനാധിപത്യവും മതേതരത്വവും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതവിഭാഗത്തിലും പെട്ട പൗരന്മാർക്ക് ഉത്കണ്ഠയുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ MP ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണയുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ UDFൻ്റെ MP-മാരായിരുന്നു 19 പേരും ഉണ്ടായിരുന്നത്. അവർക്കെതിരായിട്ടുള്ളവരുണ്ടായിരുന്ന വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് കൃത്യമായ സമയങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവസാനമായപ്പോൾ എല്ലാവരും സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിനെ തന്നെ അപ്രസക്തമാക്കി എന്നുള്ളത് വേറൊരു രാഷ്ട്രീയം. നമ്മൾ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഏത് തരത്തിലായിരിക്കും എന്തായാലും നമ്മുടെ ഫോക്കസ്? അതിൻ്റെ പാർലമെൻറ്റിൻ്റെ സാധ്യത അവിടെ ചെന്നിരിക്കുമ്പോഴാണ് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാവുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പം ഇടതുപക്ഷ MP-മാർ ഉള്ള സാധ്യത മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എളമരം കരീം, ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം ഇവരെല്ലാം വളരെ ഭംഗിയായിട്ട് ആ കിട്ടിയ സാധ്യത ശിവദാസൻ ഉപയോഗപ്പെടുത്തി ഈ ജനത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മീഡിയയിലൊക്കെ വന്ന് ജനങ്ങളും ഇവർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്നത്തെ ഒരു ബലം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അത് നശിപ്പിക്കരുത്. ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന ആംഗിളിൽ തന്നെയായിരിക്കും ഞാനും അവിടെ സംസാരിക്കുക. മണ്ഡലത്തിലേക്ക് വന്നാൽ ഈ പര്യടനത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മലയോര മേഖല കൃഷിക്കാരുടെ പ്രശ്നമാണ്. വലിയ തോതിൽ വന്യമൃഗ മനുഷ്യ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറവ് വരുത്തണം. അത് വളരെ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. പക്ഷേ പരിഹരിക്കാൻ മാർഗങ്ങൾ ഉണ്ടായേ മതിയാവും. സംസ്ഥാന ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയില്ല. അതിന് എന്താണൊരു മാർഗം? പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് അവിടെ എനിക്ക് തോന്നുന്നൊരു അവിടെ ചെന്നിട്ട് ഒരു സംഘർഷത്തിൻ്റെ രീതിയല്ല, അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടി എതിർക്കുക എന്നുള്ളതല്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഗവൺമെൻറ്റുമായിട്ട്, ഏത് ഗവൺമെൻറ്റാണ് വരിക എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. വന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക പാക്കേജ് വേണം. അതിനിപ്പം മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ നമുക്ക് വേണം. അത് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു പാക്കേജ് ഉണ്ടാക്കണം. എന്താ ചെയ്യാൻ പറ്റുക? കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വനത്തിനകത്ത് തന്നെ മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കുക, അതിർത്തി സംരക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ആനക്കാണെങ്കിൽ ആന മതിൽ എന്നൊക്കെ പറയുന്നുണ്ട്, വലിയ പൈസയാവും. എത്ര കോടികൾ ചെലവഴിച്ചാലും അതുണ്ടാക്കുക, പിന്നെ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതെന്താണ് ശാസ്ത്രീയം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പ്രത്യേക പ്രോജക്റ്റ് തന്നെ സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കണം. അതിന് പണവും തരണം, പ്രത്യേക പണം തരണം. പണ്ട് ഞാൻ പേരാവൂർ MLA ആയ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് 1 കോടി രൂപ മൊത്തത്തിൽ വന്നതായിരുന്നു. പക്ഷേ എനിക്കാണെന്ന് ആനശല്യം അവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അന്നത്തെ CCFനെ കണ്ടിട്ട് തൽക്കാലം അത് എനിക്ക് അന്ന് 1 കോടി വലിയ കാര്യമായിരുന്നു 2006, 2011 കാലഘട്ടത്തിൽ. അപ്പോൾ അത് തരണം എന്ന് പറഞ്ഞാണ് ഈ ആനമതിൽ ഉണ്ടാക്കാൻ നമ്മൾ തുടക്കം കുറിച്ചത്. പിന്നെ അത് ചെറിയതാണെങ്കിലും അന്ന് വലിയൊരു തുകയാണ്, പോരാ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര തുകയായാലും മനുഷ്യരെ, കാരണം ജനസംഖ്യ കൂടിയപ്പോൾ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലൊക്കെ പോയിട്ടുണ്ട് ആളുകൾ. അപ്പോൾ അവരെ എങ്ങനെ സംരക്ഷിക്കും? അതിന് ഒരു നടപടി ഉണ്ടാവുന്നതിന് വേണ്ടി പരിശ്രമിക്കും. പാർലമെൻറ്റിൽ ഉന്നയിക്കും, ഉദ്യോഗസ്ഥരെയെല്ലാം കണ്ട് വകുപ്പിനെയെല്ലാം കണ്ടിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തത് കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയാണ്. അതും സംസ്ഥാനത്തിന് കിട്ടുന്ന ഈ റവന്യൂ വിഹിതം കൊണ്ടൊന്നും
താങ്ങുവില വർദ്ധിപ്പിക്കാനൊന്നും കഴിയില്ല അധികം. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് സെൻട്രൽ ഗവൺമെൻറ് തരണം. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, കാർഷിക മേഖല സെൻട്രൽ ഗവൺമെൻറ് നന്നായി ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അപ്പോൾ ഇവിടെയുള്ള റബ്ബർ കൃഷിക്കാർ, മറ്റ് കൃഷിക്കാരെല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾ നശിച്ചു പോയാലും നഷ്ടപരിഹാരം, ഇതിന് ഒരു എന്തായാലും അവിടെ ഒരു പരിശ്രമം. എല്ലാം പോയി ഉടനെ ശരിയാക്കാമെന്നൊന്നുമല്ല, പക്ഷെ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഈ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ടെക്സ്റ്റൈൽ ഒക്കെ ഉണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും ആ തരത്തിലുള്ള ഒരു ബാക്ക് സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവണം. പ്രോജക്റ്റുകളൊക്കെ കൊടുക്കാം, പ്രോജക്റ്റിനൊന്നും ക്ഷാമമില്ല. ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാൻ തന്നെ ചില പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട് ചിലയിടത്ത്. ഇപ്പം എൻ്റെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലൊരു കൈത്തറി വില്ലേജ് അനുവദിച്ചിട്ടുണ്ട്. അതിന് വലിയ പൈസ വേണം, പക്ഷേ ഇപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ചെറിയ 5 കോടിയേ കിട്ടിയിട്ടുള്ളൂ. അതിന് 10-100 കോടി ഉണ്ടെങ്കിലേ അതൊരു ഹാൻഡ്ലൂം വില്ലേജായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് തരണം. പിന്നെ പരിശ്രമിച്ച് നോക്കാം അത് എന്നുള്ളതാണ്. പിന്നെയുള്ളത് യൂത്തിൻ്റെ തൊഴിലില്ലായ്മ പ്രശ്നമാണ്. എങ്ങനെയാണ് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക? ഇപ്പം അതിലേറ്റവും നന്നായിട്ട് ഇടപെട്ടത് പിണറായി സർക്കാരാണ്. പിന്നെ യുവാക്കളുടെ വ്യവസായ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഒരു ശ്രദ്ധ തന്നെ. മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ തൊഴിൽ അന്വേഷകരാവരുത്, തൊഴിൽ ദാതാക്കളാവാൻ ശ്രമിക്കണം. അത് തുടക്കത്തിൽ പറയുമ്പോൾ ഞാനെല്ലാം ഇത്രത്തോളം നടക്കുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ അത് യുവാക്കൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധനം എവിടെ നിന്നുണ്ടാക്കും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് ഹെൽപ്പ് ചെയ്യണം. സ്ത്രീകളുടെ സംരംഭങ്ങളെ സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള സംരംഭകത്വത്തിന് വൺ ടൈം ഗ്രാൻറ്റും കൂടുതൽ കൊടുക്കണം. വളരെ ചെറിയ പലിശകളുള്ള ലോണുകളും സോഫ്റ്റ് ലോണുകൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു MP എന്നുള്ള നിലയിൽ ഇടപെടാൻ കഴിയുക? അവിടെ ഇടപെടണം. എല്ലാം ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. വിഷയദാരിദ്ര്യം ഇല്ല, വിഷയം ഉണ്ടാക്കാം, അതിനൊന്നും ഇല്ല. വിഷയമുണ്ട്, അതിൽ നിന്ന് ആവശ്യകതകൾ ഉന്നയിക്കാം. അപ്പോൾ ഇങ്ങനെ കണ്ടറിഞ്ഞ് ഇടപെടണമെന്നാണ് കരുതുന്നത്. ഇടപെടൽ സാധ്യതയൊക്കെ അവിടെ പോയാലല്ലേ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ശ്രമിക്കും. ഓക്കെ. ഈ വനിതാ സംവരണ ബില്ല് അവസാന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കി. നമുക്കറിയാം ഇത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, ഇലക്ഷൻ സ്റ്റണ്ടാണെന്നുള്ളത്. ഇപ്പം ഇനി ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമേ അത് നടപ്പിലാക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ തത്വത്തിൽ പാസ്സാക്കിയ സ്ഥിതിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊന്നും വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും കൃത്യമായ 33% പോയിട്ട് 10% പോലും സംവരണം സ്ഥാനാർത്ഥിത്വത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ട്. CPM ഉൾപ്പെടെ അതിന് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഒരു ഇരട്ടത്താപ്പില്ലേ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു? ഇടതുപക്ഷത്തിന് നല്ല താല്പര്യമുണ്ട് സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ. ഇലക്ഷൻ വരുമ്പോൾ പലപ്പോഴും സംവരണം ഇല്ലെങ്കിൽ പറ്റുന്നത് എന്താ? തുടർച്ചയായിട്ടൊരു മണ്ഡലത്തിലൊക്കെ മത്സരിച്ച് നിന്നിട്ടുള്ള പുരുഷന്മാരെയാണ് അപ്പുറത്തെ ആളുകൾ നിർത്തുന്നതെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഇടപെടൽ കഴിവുള്ള ഒരാളെ നിർത്തണം. സ്ത്രീകൾക്ക് ഇടപെടൽ കഴിവില്ല എന്നുള്ളതല്ല, കുറേ കാലമായി പിന്തള്ളപ്പെട്ടു പോയതുകൊണ്ട് ആ നിലവാരത്തിലേക്ക് സ്ത്രീകൾ വരേണ്ടിയിരിക്കുന്നു ഇനിയും ധാരാളം. പിന്നെ അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് നിൽക്കാൻ, അങ്ങനെയുള്ള ആലോചനയെല്ലാം വരുമ്പോൾ ഒരു വിഭാഗത്തിനായിട്ട് കൂടുതൽ സ്ത്രീകളെ പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരികയാണ്. വിജയ സാധ്യത ഒരു പ്രധാന ഘടകമാണല്ലോ. അതേ സമയത്ത് സംവരണം വന്നാലോ? സംവരണം വന്നാൽ എല്ലാവരും സ്ത്രീകളെ നിർത്തണം. സ്ത്രീകൾ മോശക്കാരായിട്ടല്ല, പക്ഷേ സ്ത്രീകൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്തരം ഒരു സ്ഥാനം കൂടുതൽ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോഴും താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുക. പലയിടത്തും അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും സംവരണം ആവശ്യമായി വരുന്നത് സാധിക്കുന്നത് വെച്ചാൽ പഞ്ചായത്തിലൊക്കെ 50% നമ്മൾ തെളിയിച്ചു കഴിഞ്ഞൊരു കഴിഞ്ഞു. അത് അടുത്ത് ഇപ്പൊ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്ക് വരുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. പഞ്ചായത്തിൽ സംവരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും 10-ൽ 8 പുരുഷനും 2 സ്ത്രീ എന്നുള്ള നിലയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ വരുമായിരുന്നില്ല. എന്നാൽ സംവരണം വന്ന് സ്ത്രീകൾ കഴിവ് തെളിയിച്ചു, ഇനി പിന്നോട്ട് തള്ളാൻ പറ്റില്ല. അപ്പോൾ എന്തായി? 50% പറഞ്ഞെടുത്ത് 53%. അതുപോലെ പാർലമെൻറ്റിൽ അസംബ്ലിയിൽ സംവരണം വന്ന് എല്ലാവരും സ്ത്രീകളെ പോസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എന്ത് വരും? അവിടെ കൂടുതൽ സ്ത്രീകൾ എല്ലാവർക്കും നിർത്തേണ്ടി വരും, എല്ലാവരും വരും. അതാണ് ഇങ്ങനെയൊരു അന്തരീക്ഷത്തിലും ഇടതുപക്ഷം ഇപ്പം വിജയസാധ്യതയുള്ള സീറ്റിൽ സ്ത്രീകളെ നിർത്തുന്നു. കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മുൻ MP ആയതുകൊണ്ട്, മുൻ MPമാരെല്ലാവരും നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്ത് സ്ത്രീ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അസംബ്ലിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഒരു വനിതാ MLA വന്നത്. അവർക്ക് ഒറ്റ വനിതാ MLA ഉണ്ടായിരുന്നില്ലല്ലോ. പേരിന് അപ്പുറത്ത് RMPൻ്റെ ഒരാളുള്ളത് കൊണ്ട് അവകാശപ്പെടാം, അല്ലാണ്ട് കോൺഗ്രസ്സിനില്ലല്ലോ. ലീഗിനും കോൺഗ്രസ്സിനും ഉണ്ടായിട്ടില്ല.
അപ്പോൾ അതാണ് സംവരണം വരിക തന്നെ വേണം ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ. വടകര മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യം ഒരു 84,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് മുരളീധരൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിനെ മറികടക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അന്നത്തെ ഒരു തരംഗമൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല എന്നുള്ള നിരീക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു എന്ത് തരത്തിലുള്ള മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? അതൊക്കെ കാൽക്കുലേറ്റഡ് ആണ്. കാരണം ഇത് തന്നെയാണ് പ്രധാനം. കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ അല്ല ഇത്തവണ ഉണ്ടാവുക. ഒരു ചെറിയ വിഭാഗം ആളുകൾ നിഷ്പക്ഷമതികളായി നിൽക്കുന്നുണ്ട്. അവരുടെ താല്പര്യം ഈ രാജ്യം രക്ഷപ്പെടുന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ അവർ ചിന്തിച്ചത് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയുമെങ്കിൽ കോൺഗ്രസ്സിന് കൊടുത്തേക്കാം. അസംബ്ലിയിൽ ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് 2021 നടന്നപ്പോൾ ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലം ഒഴികെ ബാക്കി മുഴുവൻ LDF ജയിച്ചത്. രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഭിന്നതയാണെങ്കിൽ LDFന് വോട്ട് ചെയ്യില്ലല്ലോ അസംബ്ലിയിലും. അപ്പോൾ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ പാർലമെൻറ്റിൽ ഇക്കുറി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റിവിറ്റി. അതായത് അവിടെ ചെല്ലുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അതൊന്ന്. മറ്റൊന്ന്, പുതിയ ഇപ്പം നേരത്തെ മാണി കേരള കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷനിൽ അവരുണ്ട് ഞങ്ങളുടെ കൂടെ. കുറച്ചുകൂടെ സ്വാധീനമുണ്ട്. ഉണ്ട്, അവരുണ്ട് ഞങ്ങളുടെ കൂടെ. പിന്നെ രാഷ്ട്രീയ ജനതാദൾ അവർ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതിലും പുറമെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നേട്ടം. അപ്പം ഞാനിപ്പം ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്ത് പോകുമ്പോഴും അവിടെ എല്ലാ ആളുകൾ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ഫാമിലി ഹെൽത്ത് സെൻ്ററായത്. എന്നാൽ ടീച്ചർ കൊണ്ടുവന്ന ഡയാലിസിസ് യൂണിറ്റാണ് ഇവിടെയുള്ളത്. ഹോസ്പിറ്റലുകളൊക്കെ വലിയ തോതിൽ മെച്ചപ്പെട്ടു. ചിലർ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം OP ഉണ്ട്, നേരത്തെ PHCയിൽ ഉണ്ടായിരുന്നില്ല. എന്നെ കാണാൻ നിരവധി രക്ഷിതാക്കൾ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു ടീച്ചറിൻ്റെ ആ പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രമായി കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഏത് പദ്ധതി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് ഹൃദ്യം. ഇതാണ് സാക്ഷ്യം. അല്ലാണ്ട് എന്തെങ്കിലും കുറേ നുണ പ്രചരിപ്പിച്ചുകൊണ്ടോ ഞാനൊരു വലിയ ആളാണെന്ന് ഞാൻ നടിച്ചതുകൊണ്ടോ ഒന്നും ആവില്ല. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ PR വർക്കാണെന്ന് പറഞ്ഞ് കളിയാക്കിയാണ്. ഇത് PR വർക്കാ? അനുഭവസ്ഥരുടെ സാക്ഷിയല്ലേ അത്. എന്നാൽ എല്ലാം പൂർത്തിയായി എന്നൊന്നും ഞങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യാനിരിക്കുന്നു. 2 സിറ്റിംഗ് MLA മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ജയം പരാജയവും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായും കൂടെ വിലയിരുത്താൻ പറ്റുമോ, കാണാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിനെ ജനം മോശമായിട്ട് വിലയിരുത്തില്ല. ചെറിയൊരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷനുകൾ ഒരു 4-5 മാസം കുടിശ്ശികയായിപ്പോയി. അപ്പോൾ അത് പാവപ്പെട്ടവർക്ക് വലിയ വിഷമമുണ്ടാക്കി. പക്ഷെ ഞങ്ങൾ അവരിലേക്ക് ചെന്നു. ഞങ്ങൾ പറഞ്ഞു നമ്മുടെ നികുതി പണത്തിൻ്റെ ഷെയർ കിട്ടാൻ വൈകിപ്പോയി, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ അത് കിട്ടിയാലേ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ടാക്സ് ഷെയർ 15ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞതെങ്കിലും തരണ്ടേ. 100 രൂപ പിരിച്ചെടുത്ത 70 രൂപയെങ്കിൽ ഇങ്ങോട്ട് തരുന്നതാണ് പ്രാക്ടിക്കൽ ജനകീയത, ജനാധിപത്യം. എന്നാൽ പകുതി 50% ഇല്ല. എന്നാൽ ധനകാര്യ കമ്മീഷൻ പറഞ്ഞ 42% അതുമില്ല. 30% എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നികുതി വിഹിതം കൊണ്ടല്ലേ ഇവിടെ ഭരിക്കേണ്ടത്, അതിനെ കൊണ്ടല്ലേ ശമ്പളം കൊടുക്കേണ്ടത്. ഇപ്പോൾ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്തിട്ട് വലിയ കൂട്ടൻ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലോൺ തരുന്നവരുടെ നിബന്ധനയുണ്ട്. അതെടുത്ത് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. ശമ്പളം കൊടുക്കേണ്ടത് നികുതി വിഹിതത്തിൽ നിന്നാണ്. അപ്പോൾ അത് തരാൻ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തു. മാത്രമല്ല ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ഡൽഹി സമരത്തിന് UDFനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അവർ വരണ്ടേ, കേരളത്തിന് വേണ്ടി വാങ്ങണ്ടേ. അവസാനം കോടതിയിൽ പോയി. കോടതി ഒരു അനുകൂലമായ വിധി പുറപ്പെടുവിച്ചപ്പോഴാണ് ഒരു ഗഡു കിട്ടിയത്. അത് വെച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് മുടക്കില്ല. എങ്ങനെ എന്ത് പ്രയാസം സഹിച്ചിട്ടായാലും കൊടുക്കും. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം, ആകെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം ഒന്ന് പെൻഷൻ തടസ്സപ്പെട്ടതും മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാതായി പോയതുമായിരുന്നു. പിന്നെ കുറച്ച് പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ കുറച്ച് കുടിശ്ശികയുണ്ട്. പിന്നെ അങ്ങനെയുള്ള അതെല്ലാം ഞങ്ങൾ തീർക്കും. അതെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവും ഇതാരാ കൊണ്ടുവന്നത്, ആരാ കൊടുക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. 2008 ശേഷമുള്ള ഇലക്ഷനിൽ മുഴുവനും TP ചന്ദ്രശേഖരൻ്റെ വധം ഒരു നിർണായക സ്വാധീനം തന്നെയായിരുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനിൽ വരെ, കഴിഞ്ഞ വർഷത്തെ വരെ ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയിട്ടാണ്. ഇപ്പോൾ ടീച്ചറിൻ്റെ സഹപ്രവർത്തകയായിട്ട് അസംബ്ലിയിൽ KK രമ ഇരിക്കുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു വിഷയം ഓഫ് കോഴ്സ് അത് ചർച്ചയിൽ വരികയും ഓർമ്മയിൽ നിൽക്കുന്നതുമാണ്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരണമെന്ന് UDF കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിനെല്ലാം ശേഷമല്ലേ ഈ പറയുന്ന 7
അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 6ലും LDF വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലാം തോക്കണ്ടേ? ഒരു മണ്ഡലം മാത്രമല്ലേ ചെറിയ വോട്ടിന് LDFന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ജനങ്ങൾ ചിന്തിക്കുള്ളൂ. എല്ലാ സ്ഥലത്തും എങ്ങനെ ചിന്തിച്ചോ LDFന് അനുകൂലമായി അതുപോലെ. ഇപ്പം ഞാൻ ആളുകളോട് പറയുന്നത് അതെല്ലാം കോടതി കേസുണ്ട്, കോടതി കണ്ടെത്തി പ്രതികളെ ശിക്ഷിക്കട്ടെ. പിന്നെ ഇത്തരം എല്ലാ വിഷയവും ചർച്ചാ വിഷയമാക്കുന്നതാണെങ്കിൽ ഞങ്ങൾ ധീരജ വിഷയം ചർച്ചാ വിഷയമാക്കണ്ടേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമാക്കണ്ടേ? ഇത്തരത്തിലുള്ള അനിഷ്ടകരമായിട്ടുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമാക്കി ഒരു മത്സരം നടത്തിയാൽ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളിടത്തേക്കല്ലേ എത്തുക. അപ്പോൾ അതല്ല, ഇതൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും ഇവിടുത്തെ ജനസാമാന്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് ചർച്ചാ വിഷയമാവുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്.